നമ്മുടെ ഈമാൻ അത് നഷ്ടപ്പെടാൻ പറ്റൂല. നമ്മൾ നമ്മളായി നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു ശല്യമില്ല. എന്നാൽ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ അങ്ങനെയൊക്കെ കോലം കെട്ടിയാൽ അവർക്കൊക്കെ നമ്മോട് ഭയങ്കര ബഹുമാനമായിരിക്കും. നമുക്ക് തോന്നുകയാണത്. ബഹുമാനമുള്ളവർക്ക് എന്നും ബഹുമാനമുണ്ട്. എന്നാൽ ഈ ഉമ്മത്തിനോട് ശത്രുതയുള്ളവർ നിങ്ങൾ എന്ത് കോലം കെട്ടി കളിച്ചാലും അവരുടെ മനസ്സിന് അത് പോകൂല. ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ള ആളുകൾ നമ്മൾ നമ്മളായി ജീവിക്കുമ്പോൾ നമ്മുടെ ഈമാനിന് ഘടകവിരുദ്ധമായത് നമുക്ക് ചെയ്യാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്. അതാണ് ശരീഅത്ത്. നമുക്കൊരു പക്ഷെ പലതും പറയാം. ഒരു വ്യക്തിക്ക് വേറെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം വേറെ ആവാം. പക്ഷെ ശരീഅത്തിന്റെ നിയമം അതാണ്. അവിടെ മുഅ്മിനായൊരു മനുഷ്യന് കോംപ്രമൈസ് ഇല്ല. അതുകൊണ്ടാണ് ഒരു മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞത് അഭിമാനത്തോടെ ജീവിക്കാനുള്ളതാണ്. അതാരെയും വേദനിപ്പിക്കാനുള്ളതല്ല. നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു വേദനയും വിഷമവും ഇല്ലതാനും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ആഘോഷങ്ങളാകട്ടെ എന്ത് പരിപാടികളാകട്ടെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അഖീദയെ നിങ്ങൾ അടിയറ വെച്ചിട്ടുണ്ടോ, ഇസ്ലാമിന്റെ ദായിറയിൽ നിന്ന് പുറത്തു പോകും. അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ലാത്തൊരു പൊയ്ക്കോട്ടെ. അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ അത്രേ മതത്തെ കാണുന്നുള്ളൂ, ഞങ്ങൾക്ക് അത്രേ ഇസ്ലാം ഉള്ളൂ എന്ന് പറയുന്നവർ അങ്ങനെ ചെയ്തോട്ടെ, കുഴപ്പമില്ല. അത് അവരായി, അവരുടെ പാടായി. പക്ഷെ മുഅ്മിനീങ്ങൾ എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് മനസ്സിലാക്കണം. എന്താണ് ഇതിന്റെ നിജസ്ഥിതി? ഏതെങ്കിലും ഒരു ആരാധന, ഇസ്ലാമേതര വിശ്വാസങ്ങളിൽ ആരാധനയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, അത് എന്താവട്ടെ, ഇനി പല ആഘോഷങ്ങളും വരാം. നാസ്തികർക്കിന് വേറെ ആഘോഷം പുതിയതവരുണ്ടാക്കിയെന്ന് വരും, പുതിയ ആഘോഷങ്ങൾ. ഒരു ആരാധനയുടെ ഭാഗമാണോ? നമുക്ക് പറ്റൂല. അത് ആരാധനയല്ല എന്ന് പറയട്ടെ. ആരാധനയല്ലാത്ത കാര്യമാണ്. അതൊരു നാടിന്റെ ആഘോഷമാണ്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ ആഘോഷമാണ്, ഒരു സ്കൂളിന്റെ ആഘോഷമാണ്. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഹലാലാണെങ്കിൽ കൂടിക്കോ. പക്ഷെ ഒരു ആരാധനയുമായി അതിന് ബന്ധമുണ്ടോ? മുസ്ലിം അവിടെ നിലപാട് കാത്തു സൂക്ഷിക്കണം. എങ്ങനെ? അത് നമുക്ക് പറ്റില്ല. അത് പറയുന്നതിന് എന്താ പ്രയാസം? ആരെയും വേദനിപ്പിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ ഒരാൾക്ക് മുസ്ലിമായി ജീവിച്ചൂടെ? മറ്റു മതവിശ്വാസികൾ അങ്ങനെ ചെയ്യുന്നില്ലേ? നമ്മൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അവരോട് ചേരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് ഉഷാർ എന്ന് പറയാം. എല്ലാവരും അങ്ങനെ തന്നെ പറയാം. എല്ലാ മതക്കാരും അവരാണ് ഉഷാർ, ഏറ്റവും നല്ലവരെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നത്. എല്ലാ പാർട്ടിക്കാരും അങ്ങനെയല്ലേ? മുസ്ലിങ്ങളെ മാത്രം അങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷേ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഉണ്ടാവുക. വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ പറയുന്നത് മുഅ്മിനീങ്ങളോടാണ്. ഇസ്ലാം കുഴപ്പമില്ല, എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകളോ, അല്ലെങ്കിൽ ഇസ്ലാം എന്താണ് എന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ലാത്ത ആളുകളോ, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോടെ. അള്ളാഹും റസൂലും പറഞ്ഞു കേട്ട് നടക്കണില്ല. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് അള്ളാഹും റസൂൽ എത്രയോ പറഞ്ഞില്ലേ? ആരും കേൾക്കുന്നുണ്ടോ? നമ്മൾ പറയുന്നത് ശരീഅത്താണ്. ഇസ്ലാമിക അഖീദക്ക് ഘടകവിരുദ്ധമായത് നമുക്ക് ചെയ്യാൻ പാടില്ല. മുസ്ലിമാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയി നാളെ രക്ഷപ്പെടണോ, നാളെ പോയി ഖബറിൽ കിടക്കണോ? അല്ലാഹു ഇന്നല്ലാഹ മഅൽ മുഅ്മിനീൻ ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ മഅയ്യത്ത് ആവശ്യമുണ്ടോ? അള്ളാഹുവിനെ കൂടെ നിർത്തണോ? അഖീദയിൽ കോംപ്രമൈസ് ഇല്ല. നമ്മുടെ വിശ്വാസം വലുതാണ്. നമ്മൾ വിചാരിക്കുന്ന വെച്ച് ഇത് ഈ ഒരു അഖീദയ്ക്ക് വേണ്ടിയാ പുണ്യനബി തങ്ങളുടെ മുൻപല്ല് പൊട്ടിയത്, ഹബീബിന് ചോര വന്നത്, സുഹാബിമാർ ചോരയൊലിച്ച് ഷഹീദായത് ഈ അഖീദയ്ക്ക് വേണ്ടിയാണ്. പൈസക്ക് വേണ്ടിയാണോ? ഒന്നിനല്ല. അവിടെ നമ്മുടെ ഇസ്സത്ത് അള്ളാഹു നമുക്ക് സംരക്ഷിച്ചു തരുന്നത് നമ്മുടെ ഈമാൻ പൂർത്തിയാവുമ്പോഴാണ്. ഇന്ന് അതില്ലാത്തതിന്റെ കുഴപ്പമാണ്. നമ്മൾ കോലം കെട്ടിയിട്ടൊന്നും കാര്യമില്ല. ശത്രുതയുള്ള ആളുകൾ ഈ ഉമ്മത്തിനോട് ശത്രുതയിൽ തന്നെയാണ്. പക്ഷേ നിഷ്പക്ഷരായ കോടിക്കണക്കിന് മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരാർക്കും ഈ ഉമ്മത്ത് മുസ്ലിമായി ജീവിച്ചുകൊണ്ട് അവർക്ക് ഒരു പ്രയാസമില്ല. അവരത് ആദരിക്കുന്നവരാണ്, അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ആർക്കാനും വേണ്ടി ഓച്ചാനിക്കേണ്ട കാര്യമില്ല. അവനവന്റെ അഖീദയും അവനവന്റെ ദീനും അത് സംരക്ഷിക്കണമെന്നും നാളെ പരലോകമുണ്ടെന്നും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എനിക്ക് എത്തണമെന്നും ബോധ്യവും ആഗ്രഹവുമുള്ള ആളുകൾ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ അഖീദയെ തൗഹീദിന് വിരുദ്ധമായത് ഒരു മുഅ്മിനായ മനുഷ്യന് ആണിനോ പെണ്ണിനോ ചെയ്യുക പാടുള്ളതല്ല. ഇനി ആര് ചെയ്താലും അത് അവര് ചെയ്തല്ലോ ഇവര് ചെയ്തല്ലോ അത് ദീനിൽ തെളിവല്ല. ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഖുർആനും അഇമ്മത്തുൽ അർബഅ പഠിപ്പിച്ചു തന്ന ഫിഖഹിന്റെ ഉലമാഉമ അവര് പറഞ്ഞോ എങ്കിൽ നമ്മളത് സ്വീകരിക്കും. അവർ പറയാത്തിടത്തോളം കാലം
ഇന്നാള് ചെയ്തില്ലേ, അവര് ചെയ്തില്ലേ, ഇവര് ചെയ്തില്ലേ, അത് ദീനിൽ തെളിവല്ല. അവരും പടച്ചോനായിക്കോട്ടെ. ശരീഅത്തിന്റെ ഒരു നിയമമുണ്ട്. ശരീഅത്തിനൊത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത ചെയ്യാൻ പാടുള്ളതല്ല. ഇത് ഒരു മുസ്ലിം ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും അവന്റെ അഖീദ ഇതാണ്. ആ അഖീദയെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ വ്യത്യാസം? ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, ഇന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. അല്ലാഹു മുഅ്മിനീങ്ങളുടെ കൂടെയാണ്. അവരെ നിസ്സാരപ്പെടുത്താൻ ആരെയും അല്ലാഹു വിട്ടുകൊടുക്കൂല. ആരെ? ഇസ്സത്തുള്ള മുഅ്മിനീങ്ങളെ. അല്ലാത്ത കോലം കെട്ടുന്ന ആളുകളെ ചതച്ചരക്കും, ചവച്ച് തട്ടിക്കളയും അവര്. എന്തിന്? നമ്മൾ മുഅ്മിനീങ്ങളല്ല. അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഉത്തരവാദിത്തം റബ്ബോട് ഏറ്റെടുക്കുന്നില്ല. നമ്മൾ മുഅ്മിനീങ്ങളാണോ ഈ ഉമ്മത്തിന് ഇസ്സത്ത് ഉണ്ടാവും. നാടിനും സമൂഹത്തിനും രാജ്യത്തിനും എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യണമെന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. നമുക്ക് എന്നാലും നന്മ ചെയ്തൂടെ? നന്മകളൊക്കെ സഹകരിച്ചൂടെ? ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തൂടെ? ഒക്കെ ചെയ്യണമെന്നാണ്. പക്ഷേ അഖീദയെ ബാധിക്കുന്ന വിഷയം വരുമ്പോൾ സോറി, അത് പറയുന്നതിന് ഒരു വിരോധവും ഒരു മുഅ്മിനായ മനുഷ്യനും വിചാരിക്കേണ്ടതില്ല. എന്തുകൊണ്ട്? അതാണ് ഒരു മുസ്ലിമിനെ മുസ്ലിമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ അഖീദ സംരക്ഷിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് വല്ലാത്തൊരു കാലമാണ്, പ്രയാസമുള്ള കാലമാണ്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള കാലമാണ്. ശരീഅത്ത് ഇന്നതാണെന്ന് വാതുറന്ന് പറയാൻ പണ്ഡിതന്മാർ വരെ മടിക്കുന്ന കാലമാണ്. പേടിയാണ്, സെക്കുലർ അല്ലാതെ പോകുന്നു. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹു മതി. വേറെ ആരെ നിങ്ങൾ ഭരമേൽപ്പിച്ച് തുള്ളിയാലും ആരെയാണോ നിങ്ങൾ ഭരമേൽപ്പിച്ചത് അവരുടെ കയ്യിൽ നിന്ന് ചാട്ടുളി നിങ്ങൾക്കെതിരെ വരുന്നത് കാണാൻ കഴിയും. അള്ളാഹു ഏറ്റെടുത്തത് മുഅ്മിനീങ്ങളുടെ കാര്യമാണ്, വേറെ ആരും അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല. അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ടോ അത് അള്ളാഹു നടത്തിയിട്ടുണ്ട്. ചരിത്രം അതാണ്. ഖിയാമത്ത് നാൾ വരെ റബ്ബ് നടത്തും. വലാ യുഖ്ലിഫുല്ലാഹു വഅദഹു. അള്ളാഹുവിന്റെ കരാർ അള്ളാഹു ഒരിക്കലും തിരുത്തുകയില്ല. അതുകൊണ്ട് ഈമാന്റെ വിഷയം വലുതാണ്. ചെറിയൊരു ന്യൂനപക്ഷമേ ഖിയാമത്ത് നാളിൽ ഈ ഉമ്മത്തിന്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്നും പുണ്യനബി പറഞ്ഞു. ബദ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദ. ഇസ്ലാം തുടങ്ങുമ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇനി അന്ത്യനാളിനോട് അടുക്കുമ്പോൾ ശരിയായ വിശ്വാസത്തിലും അഖീദയിലും ജീവിക്കുന്ന ഒരു ചെറിയ വിഭാഗമേ ലോകത്തുണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുള്ളൂ. ഏലിയനായിട്ട് തോന്നും എന്ന് പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ, ഇവരെന്താ ഇങ്ങനെ ഒരു കൂട്ടര്, ഇവരെന്താ ഇങ്ങനെ എന്ന് തോന്നുന്നൊരവസ്ഥ വരുന്നതാണ്. പക്ഷേ തൂബാലിൽ ഖുറബാ, ആ ന്യൂനപക്ഷത്തിനാണ് സർവമാന നന്മകളും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഹദീസ് പറഞ്ഞിരുന്നു മുമ്പ്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖാലഫഹും ഹത്താ യഅതിയ അംറുല്ലാഹ്. ഈ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കും. അവർക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അതൊന്നും അവരെ ബാധിക്കൂല. ഖിയാമത്ത് നാൾ വരെ ആ ഒരു വിഭാഗം നേർമാർഗത്തിലാണ്. അപ്പോൾ അത് ആരോ എടുത്തിട്ട് നാട്ടിലെ ഏതൊരു പാർട്ടിക്കാർ മാർച്ച് ചെയ്യുന്നതിൻ്റെ പിന്നാലെ ഈ ക്ലിപ്പും വെച്ചിട്ട് വിട്ടു. പൊന്നാര കൂട്ടരെ, ആ ഹദീസിന്റെ ബാക്കി ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. വഹും ഫി അക്നാഫി ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ അരികത്തുള്ള ആളുകളാണവർ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നാട്ടുകൂടെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു നടക്കുന്ന പോലെ ആണെന്ന് എങ്ങനെയാ പറയാ? ആ ഹദീസിനെ വ്യക്തമായി മനസ്സിലാക്കാതെ അങ്ങോട്ട് അടിച്ചു വിടുകയാണോ? ഇപ്പം അങ്ങനെയാണല്ലോ പറയുന്നതും, പിന്നെ വീഡിയോ വേറെ ഒന്നായിരിക്കും. മാനിപ്പുലേറ്റ് ചെയ്യുക, അത് കറപ്റ്റ് ചെയ്യുക, നശിപ്പിക്കുക, എന്താ ഒറിജിനൽ എന്താ മനസ്സിലാക്കാതിരിക്കുക. ഹത്താ യഅതി അംറുല്ലാഹ് വഹും ഫി അക്നാഫി അൽ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ സംരക്ഷണത്തിന്, മസ്ജിദുൽ അഖ്സയുടെ സംരക്ഷണത്തിന് വേണ്ടി ജെറൂസലേമിൽ ഖുദ്സിൽ കഴിയുന്ന സത്യവിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞത്. അവർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുന്ന കാവലാളുകളായി അള്ളാഹുവിന്റെ വീടിന്, അവരെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അപ്പോ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آله